ഹലോ നമസ്കാരം, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് മൈക്രോഗ്രീൻ. അപ്പോൾ എന്താണ് മൈക്രോഗ്രീൻ? നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങൾ മുളപ്പിച്ചെടുക്കുന്നതിനെയാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടിഷ്യൂ ഉപയോഗിച്ചാണ്. നമുക്ക് പച്ചിലകൾ എപ്പോഴൊക്കെ വേണമെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഭവമാണിത്. എന്താണ് ഇതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. മൈക്രോഗ്രീൻ ഉണ്ടാക്കാൻ ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവ നടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. മുൻപ് നമ്മളിൽ പലരും മുളപ്പിച്ച ചെറുപയർ കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വളർത്തിയെടുത്തിട്ട് സലാഡിലും തോരലിലും എഗ്ഗ് ബുർജിയുമായുമൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം വേവിക്കാൻ പാടില്ല. ചെറുപയർ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വൈകിട്ട് അത് ഒരു ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് വയ്ക്കുക. വീണ്ടും രാവിലെ അതെടുത്ത് നോക്കിയാൽ മുളകൾ പൊട്ടിയിരിക്കുന്നതായി കാണാൻ കഴിയും. അതിനുശേഷം ഒരു ചെറിയ ട്രേ എടുക്കുക. ചെറിയ പാത്രമോ ഫുഡ് ഐറ്റംസ് വരുന്ന ഡപ്പയോ ഐസ്ക്രീം ഡപ്പയോ മുതലായവ എടുക്കാം. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുക്കുക. അതൊരു 4-5 ലെയറായിട്ട് വരത്തക്കവണ്ണം മടക്കി അതിൽ വയ്ക്കുക. അതിന് മുകളിൽ മുളകൾ വന്ന ചെറുപയർ വിതറുക. നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അടച്ചു വയ്ക്കേണ്ടതില്ല. വീണ്ടും ഓരോ ദിവസവും വെള്ളം തളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ വളർച്ച നോക്കാം നമുക്ക്. കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും ആകും നമുക്ക് വേണ്ടുന്ന സൈസിലെത്തി എടുക്കുവാൻ.
ഇപ്പോൾ കാണുന്ന വളർച്ച എത്തിയാൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കഴുകി ചീരത്തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞ് എടുത്ത് തോരൻ പോലെയും വയ്ക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ വഴറ്റിയെടുക്കുകയാണ്. ഇത് പല രീതിയിൽ ചെയ്തെടുക്കാം. സലാഡിലിട്ട് പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ചീരത്തോരൻ്റെ ഒരു ടേസ്റ്റാണ് കഴിച്ചപ്പോൾ കിട്ടിയത്. ഏതായാലും നന്നായിട്ടുണ്ട്. നിങ്ങൾക്കും എല്ലാ ദിവസവും വേണമെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് മുളപ്പിച്ച് വെച്ചാൽ എല്ലാ ദിവസവും ഇലക്കറികൾ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ